Flash, term text, term 3, lesson 3. Naughty Bunny. Naughty means spelling N-A-U-G-H-T-Y. Naughty. N-A-U-G-H-T-Y. Naughty Bunny. B-U-N-N-Y. Bunny. അപ്പം നോട്ടി ആണെന്ന് പറഞ്ഞാൽ എന്തോ ഇച്ചിരി വികൃതിയുള്ള കുസൃതിയുള്ള ആൾ. ബണ്ണി മീൻസ് റാബിറ്റ്. നമുക്കിവിടെ ബണ്ണി എന്ന് പറയുന്നത് ഇവിടെ ഒരു റാബിറ്റിനെയാണ് നമ്മൾ ബണ്ണി എന്ന് പറയുന്നത്. അപ്പം വാട്ട് ഇസ് ദ സ്പെല്ലിംഗ് ഓഫ് നോട്ടി? N-A-U-G-H-T-Y. ബണ്ണി B-U-N-N-Y. ബണ്ണിൻ്റെ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയാം, B-U-N. സോ ആഡ് N-Y, then we will get ബണ്ണി. Lesson 3 heading. What is the heading of the lesson? Naughty Bunny. At the beginning, നമുക്ക് ഈ ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് ഈ ലെസൻ്റെ കണ്ടൻറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. Every child is naughty. Sometimes children do things that bring smiles on others' faces. Sometimes it is very difficult to handle naughty kids. Some children are naughty and disobedient at all times, but some other children are naughty only on a few occasions. എന്താണ് പറയുന്നത്? എവരി ചൈൽഡ് ഈസ് നോട്ടി. എല്ലാ കുട്ടികളിലും ഒരു കുസൃതിത്തരം, ഒരു വികൃതിത്തരം ഉണ്ടായിരിക്കും. എല്ലാ കുട്ടികളിലും ഒരു ചെറിയ ഡിസൊബീഡിയൻസ് ഒക്കെ കാണിക്കും. Sometimes children do things that bring smiles on others' faces. കുട്ടികളുടെ ചില വികൃതികളെ, കുസൃതികളെ മറ്റുള്ളവരുടെ മുഖത്ത് സന്തോഷം പരത്തുന്നതായിരിക്കും. അത് ചെറിയ കുട്ടികൾ ചെയ്യുമ്പോൾ നമുക്കത് വളരെ സന്തോഷമുള്ളതായിട്ട് തോന്നും. സംടൈംസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ നോട്ടി കിഡ്സ്. അതുപോലെ തന്നെ സ്കൂളിലാണേലും വീട്ടിലാണേലും ഇങ്ങനെയുള്ള വികൃതി കുട്ടികളെ കൺട്രോൾ ചെയ്യുക, അവരെ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളത് വളരെ പ്രയാസം പിടിച്ച കാര്യമാണ്. സം ചിൽഡ്രൻ ആർ നോട്ടി ആൻഡ് ഡിസൊബീഡിയൻറ്റ് അറ്റ് ഓൾ ടൈംസ്. ചില കുട്ടികൾ എന്നും നോട്ടിയും ഡിസൊബീഡിയൻറ്റും ആരും പറഞ്ഞാൽ അനുസരിക്കാത്തതും ആയിരിക്കും. ബട്ട് സം അതർ ചിൽഡ്രൻ ആർ നോട്ടി ഓൺലി ഓൺ എ ഫ്യൂ ഒക്കേഷൻസ്. ചില കുട്ടികൾ വളരെ അപൂർവമായിട്ട് മാത്രമേ വികൃതിത്തരങ്ങൾ കാണിക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് റാബിറ്റ് ബണ്ണി, ആ ബണ്ണിയെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ്, ഒരു സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്ലവർ വേസ് പൊട്ടിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് എങ്ങനെയായിരിക്കും പറയുക? അതെങ്ങനെയാണ് ഒരു സോറി പറഞ്ഞ് അമ്മയൊന്ന് കൺസോൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇവിടെ. അപ്പം നമുക്ക് ഈ ബണ്ണിയുടെ സ്റ്റോറി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പേജ് നമ്പർ 19, the first paragraph. Once upon a time, 4 little rabbits lived with their mother. ഇതിനകത്തിലെ എല്ലാ സ്പെല്ലിങ്ങും നിങ്ങൾക്കറിയാം. ഇതെല്ലാ സ്പെല്ലിങ്ങും നമ്മൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞ സ്പെല്ലിങ്ങാണ്. വൺസ് അപ്പോൺ എ ടൈം, ഒരിക്കൽ, അല്ലേ, ഒരു കാലത്ത് എന്നുള്ള അർത്ഥം. 4 ലിറ്റിൽ റാബിറ്റ്സ്. 4ൻ്റെ സ്പെല്ലിംഗ് അറിയാം, ലിറ്റിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റാബിറ്റ്സിൻ്റെ സ്പെല്ലിംഗ് അറിയാം. 4 ലിറ്റിൽ റാബിറ്റ്സ് ലീവ്ഡ് വിത്ത് ദെയർ മദർ. അപ്പം ഹും ലീവ്ഡ് വെയർ? 4 ലിറ്റിൽ റാബിറ്റ്സ് ലീവ്ഡ് വിത്ത് ദെയർ മദർ. അവരുടെ അമ്മയുടെ കൂടെ 4 റാബിറ്റുകൾ താമസിച്ചിരുന്നു. ദെയർ നെയിംസ്, ദെയർ THEIR, അവരുടെ. നമ്മൾ വേറൊരു ദെയർ പഠിച്ചിട്ടുണ്ട്, ദ, അത് THERE, അവിടെ എന്നുള്ള അർത്ഥം അല്ലേ. ദെയർ നെയിംസ് വെയർ, ആ 4 റാബിറ്റ്സിൻ്റെ പേരാണ് പറയുന്നത്. ദെയർ നെയിംസ് വെയർ ബോസ്കി, മോസ്കി, സണ്ണി ആൻഡ് ബണ്ണി. ഇവിടെ നമുക്ക് ആ പേരുകൾ വരുമ്പോൾ നോക്കിയേ, ബോസ്കി, മോസ്കി, നമ്മളിത് പഠിച്ചിട്ടുണ്ട്. റൈമിങ് വേർഡ്സ് അല്ലേ, ഒരേപോലെ ശബ്ദം വരുന്നത് റൈമിങ് വേർഡ്സ്. അപ്പോൾ ബോസ്കി, മോസ്കി ഒരു റൈമിങ് വേർഡാണ്. ഇവിടെ നോക്കിയേ, സണ്ണി ആൻഡ് ബണ്ണി, അതും ഒരു റൈമിങ് വേർഡായിട്ട് വരും. അപ്പം 4 ലിറ്റിൽ റാബിറ്റ്സ് ലീവ്ഡ് വിത്ത് ദെയർ മദർ. ദെയർ നെയിംസ് വെർ ബോസ്കി, മോസ്കി, സണ്ണി ആൻഡ് ബണ്ണി. ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോസ്കി, മോസ്കി, സണ്ണിയും ബണ്ണിയും 4 എണ്ണത്തിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, 3 എണ്ണം ഒരേ ലെവലിൽ നിൽക്കുന്നു, ഒരെണ്ണം മാത്രം വേറിട്ട് നിൽക്കുന്നു. Their bureau was beneath the root of a big fir tree. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, where do the rabbits live? Rabbits live in a bureau. Bureau എന്ന് വെച്ചാൽ എന്തുവാ? ഭൂമിക്കടിയിലേക്ക് കുഴിയെടുത്ത് പോകുന്നതാണ് മുയലുകൾ. അപ്പോൾ ബ്യൂറോയുടെ സ്പെല്ലിംഗ് നോക്കിയേ, BURROW. ദെയർ ബ്യൂറോ, അവരുടെ വീട്. ബ്യൂറോ ഷെൽട്ടർ, അവരുടെ വീട്. ബ്യൂറോ വാസ് ബെനീത്ത്. ബെനീത്ത് എന്ന് വെച്ചാൽ അണ്ടർ, BENEATH, ബെനീത്ത് ദ റൂട്ട് ഓഫ് എ ബിഗ് ഫിർ ട്രീ. വലിയൊരു ഫിർ മരത്തിൻ്റെ ചോട്ടിലായിരുന്നു ഈ 4 റാബിറ്റുകളും അതിൻ്റെ അച്ഛനും അമ്മയും എല്ലാം കൂടി
താമസിക്കുന്നത്. വൺസ് അഗെയിൻ ലുക്ക് അറ്റ് ദാറ്റ് പാരഗ്രാഫ്. വൺസ് അപ്പോൺ എ ടൈം 4 little rabbits lived with their mother. Their names were Bosky, Mosky, Sunny and Bunny. Their burrow was beneath the root of a big fir tree. ഈ സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനിയും വായിക്കുന്നതിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. One day their mother decided to go to the baker's shop. നമുക്ക് ബേക്കറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? ആ അങ്ങനെയുള്ള ഷോപ്പിനെയാണ്, ബേക്ക് ചെയ്ത സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ബേക്കേഴ്സ് ഷോപ്പ്. അപ്പം വൺ ഡേ വാട്ട് ഹാപ്പൻ? വൺ ഡേ their mother, അവരുടെ മദർ, ആരുടെ മദർ? 4 rabbits mother. Their mother decided തീരുമാനിച്ചു. What is the spelling of decided? DECIDED. Decided to go to the baker's shop. Where did she want to go? She wanted to go to the baker's shop. Who wanted to go to the baker's shop? Rabbits, little rabbits. Mother wanted. One day their mother decided to go to the baker's shop. Before leaving, before എന്ന് വെച്ചാൽ മുമ്പ്, യാത്ര പോകുന്നതിന് മുമ്പ്. ലീവിങ് എന്ന് വെച്ചാൽ അവരെ വിട്ടു പോകുന്നത്. അപ്പം ബിഫോർ ലീവിങ് ഷീ ടോൾഡ് ഹെർ സൺസ്. ഹൂ ടോൾഡ്? മദർ. ഷീ മീൻസ് ഹിയർ മദർ. ഷീ ടോൾഡ് ഹെർ സൺസ്. എന്താണ് പറയുന്നത് നോക്കിയാൽ? അവരുടെ അതേ വാക്കുകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇൻവേർട്ടഡ് കോമാസ്, കണ്ടോ? അവർ പറഞ്ഞ അതേ വാക്കുകൾ ഇവിടെ കോട്ട് ചെയ്ത് എഴുതുമ്പോഴാണ് നമ്മളിങ്ങനെ ആ സെൻറ്റൻസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് 2 ഡിറ്റോ മാർക്ക് മുകളിലായിട്ട് കൊടുക്കും. അതിനെ നമ്മൾ പറയുന്നതാണ് ഇൻവേർട്ടഡ് കോമസ്. ആരുടെയെങ്കിലും പറയുന്ന സംസാരം അതേപടി കോട്ട് ചെയ്ത് നമ്മൾ എഴുതുവാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഇൻ ഇൻവേർട്ടഡ് കോമാസ്. ലിസൺ സൺസ്, your father had an accident in Mr. George's garden. So don't go into the George's garden to play. You can play anywhere else. Okay. അപ്പോൾ അമ്മ അവർക്കൊരു വാണിംഗ് കൊടുത്തിട്ടാണ് പോകുന്നത്. എന്താണ് വാണിംഗ്? ലിസൺ സൺസ്, എന്നോട് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 4 റാബിറ്റുകളും ആൺകുട്ടികളാണെന്ന് ഓർത്തോണം. ലിസൺ സൺസ്, യുവർ ഫാദർ ഹാഡ് ആൻ ആക്സിഡൻറ്റ്. അപ്പം നിങ്ങളുടെ അച്ഛന് എന്ത് പറ്റി? ഒരു ആക്സിഡൻറ്റ് പറ്റി. വാട്ട് ഹാപ്പൻ ടു their father? Their father met an accident. Your father had an accident. Where? In George's garden. അപ്പോൾ ജോർജ് എന്ന് പറയുന്ന ഒരാളുടെ ഗാർഡനിൽ വെച്ചിട്ട് ഒരു മുയൽ, അതായത് ഇവരുടെ അച്ഛൻ മുയലിന് ഒരു അപകടം പറ്റി. സോ ഡോണ്ട് ഗോ ഇൻ ടു മിസ്റ്റർ ജോർജസ് ഗാർഡൻ ടു പ്ലേ. അതുകൊണ്ട് നിങ്ങൾ ഒരു തരത്തിലും ജോർജിൻ്റെ ഗാർഡനിൽ പ്ലേ ചെയ്യാനായിട്ട് പോകാൻ പാടില്ല. യു ക്യാൻ പ്ലേ എനിവെയർ എൽസ്. നിങ്ങൾക്ക് മറ്റെവിടെ വേണമെങ്കിലും കളിക്കാം എന്ന് അമ്മ ഒരു വാണിംഗ് കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് വൺസ് അഗൈൻ വി ക്യാൻ റീഡ്. One day their mother decided to go to the baker's shop. Before leaving, she told her sons, listen sons, your father had an accident in Mr. George's garden. So don't go into Mr. George's garden to play. Sorry. You can play anywhere else. Okay. Now off you go and don't show naughtiness. ഇനി നിങ്ങൾ വേറെ എവിടെയെങ്കിലും കളിക്കാൻ പോകുമ്പോൾ എന്ത് കാണിക്കാൻ പാടില്ല? ഡോണ്ട് ഷോ നോട്ടിനെസ്, വികൃതിത്തരം കാണിക്കാനായിട്ട് പാടില്ല. മുതിർന്ന അമ്മയോ അച്ഛനോ അടുത്തില്ലാതെ കുട്ടികളെ മറ്റൊരിടത്ത് കളിക്കാനായിട്ട് വിടുമ്പോൾ അവർക്ക് ശല്യമുണ്ടാകുന്ന രീതിയിൽ കുട്ടികൾ വികൃതിത്തരങ്ങൾ കാണിക്കാൻ പാടില്ല. നൗ ഓഫ് യു ഗോ ആൻഡ് ഡോണ്ട് ഷോ നോട്ടിനെസ്. സേയിങ് സോ മിസ്സിസ് റാബിറ്റ് പിക്ഡ് അപ്പ് ഹെർ ബാസ്ക്കറ്റ് ആൻഡ് അംബർല ആൻഡ് ലെഫ്റ്റ്. അപ്പം നോക്കി, നിങ്ങൾ അവിടെ ചെന്നിട്ട് വികൃതിത്തരം കാണിക്കരുത്. എവിടെ കളിക്കാൻ പോകുന്നു? അവിടെ വികൃതിത്തരം കാണിക്കരുതെന്നൊരു വാണിംഗ് അമ്മ കൊടുത്തു. എന്നിട്ട് ആ അമ്മ റാബിറ്റ് എവിടെ പോകുന്നു? സേയിങ് സോ അങ്ങനെ പറഞ്ഞുകൊണ്ട് മിസ്സിസ് റാബിറ്റ് എന്ന് പറഞ്ഞാൽ അമ്മ റാബിറ്റ് എവിടെ പോകുന്നു? പിക്ഡ് അപ്പ് ഹെർ ബാസ്ക്കറ്റ് ആൻഡ് അംബർല. അവർ കടയിലേക്ക് പോവുകയാണ്, ഷോപ്പിലേക്ക് പോവുകയാണ്. സോ ഷി പിക്ഡ് അപ്പ് ഹെർ ബാസ്ക്കറ്റ് ആൻഡ് അംബർല ആൻഡ് ലെഫ്റ്റ് എന്ന് വെച്ചാൽ പോയി. ലീവ് എന്ന് വെച്ചാൽ പോകുക, ലെഫ്റ്റ് എന്ന് വെച്ചാൽ പോയി. ബോസ്കി, മോസ്കി ആൻഡ് സണ്ണി വെർ ഒബീഡിയൻറ്റ് ലിറ്റിൽ റാബിറ്റ്സ്. അപ്പോൾ 3 പിള്ളേർ നല്ല അനുസരണമുള്ള പിള്ളേർ. ആരൊക്കെ? ബോസ്കി, മോസ്കി ആൻഡ് സണ്ണി. 3 എണ്ണം. ബോസ്കി, മോസ്കി ആൻഡ് സണ്ണി വെർ ഒബീഡിയൻറ്റ് അനുസരണമുള്ള. അപ്പോൾ ഒബീഡിയൻറ്റ് സ്പെല്ലിംഗ്, വാട്ട് ഇസ് ദ സ്പെല്ലിംഗ് ഓഫ് ഒബീഡിയൻറ്റ്? OBEDRENT. OBEDRENT. ഒബീഡിയൻറ്റ് ലിറ്റിൽ റാബിറ്റ്സ്. So they went down the lane means road, to gather berries. Berries എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പുളിരസമുള്ള എല്ലാ പഴങ്ങളും, നെല്ലിക്ക അങ്ങനെയുള്ള, ഓറഞ്ച് ഇങ്ങനെയുള്ളതിനും നമ്മൾ പറയുന്നതാണ് ബെറീസ് എന്ന് പറയുന്നത് അല്ലേ.
അപ്പം നമ്മുടെ ഞാവൽപ്പഴമാവട്ടെ, നെല്ലിക്കയാവട്ടെ, ചാമ്പയ്ക്കയാവട്ടെ, അങ്ങനെയുള്ളതിനെ എല്ലാത്തിനും നമ്മൾ ഇച്ചിരി പുളിരസം വരുന്നതിനെല്ലാം നമ്മൾ ബെറീസ് എന്നാണ് പറയുന്നത്. സോ ദേ വെൻറ്റ് ഡൗൺ ദ ലെയിൻ ടു ഗ്യാദർ ബെറീസ്. But the naughty bunny did not obey his mother. He went straight towards Mr. George's garden. അമ്മ എവിടെ പോകരുതെന്നാണ് പറഞ്ഞത്? ജോർജിൻ്റെ ഗാർഡനിൽ പോകരുതെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ബണ്ണി നേരെ സ്ട്രേറ്റ് ഹി ഗോസ് ടു ജോർജസ് ഗാർഡൻ. ലുക്ക് അറ്റ് ദാറ്റ്. Now off you go and don't show naughtiness. Saying so, Mrs. Rabbit picked up her basket and umbrella and left. Bosky, Mosky and Sunny were obedient little rabbits, so they went down the lane to gather berries. But the naughty bunny did not obey his mother. He went straight towards Mr. George's garden. അങ്ങനെ ജോർജിൻ്റെ ഗാർഡനിലേക്ക് ആര് പോയി? ബണ്ണി റാബിറ്റ് പോയി. ഫസ്റ്റ് ഓഫ് ഓൾ ഹീ ഗോബിൾഡ്. ഗോബിൾഡ് എന്ന് വെച്ചാൽ കഴിച്ചു, ഭക്ഷണം കഴിച്ചു എന്നർത്ഥം. ഈറ്റ് എന്നർത്ഥം, എയ്റ്റ് എന്നർത്ഥം. ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഹീ ഗോബിൾഡ് സം ലെറ്റ്യൂസസ്, ഫ്രഞ്ച് ബീൻസ് ആൻഡ് റാഡിഷസ്. എന്തെല്ലാം കാര്യങ്ങളാ ബണ്ണി റാബിറ്റ് കഴിച്ചു നോക്കിയേ? ലെറ്റ്യൂസസ്, ഫ്രഞ്ച് ബീൻസ്, റാഡിഷസ്. ദെൻ ഹീ ഫെൽറ്റ് ഇൽ. വയറ് നിറയെ അങ്ങ് തിന്നാൻ പറ്റുന്ന അത്രയും അങ്ങ് തിന്നു അല്ലേ? നമ്മൾക്ക് ചില സമയത്ത് നമുക്ക് ഒത്തിരി ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ നമുക്കൊരു വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവും അല്ലേ? അപ്പം നമ്മൾ ചിലപ്പോൾ ഇഞ്ചിയൊക്കെ കഴിച്ചെന്ന് വരും. First of all, he gobbled some lettuces, French beans and radishes. Then he felt ill, so he looked for some പാഴ്സലി. അങ്ങനെ അവൻ പാഴ്സലി കിട്ടുമെങ്കിൽ, അതൊരു ഇലയാണ്, പാഴ്സലി കിട്ടുവാണെങ്കിൽ തിന്നാമെന്ന് വെച്ചിട്ട് നോക്കുമ്പം അറ്റ് ദാറ്റ് മൊമെൻറ്റ് ദ ഗാർഡനർ സോ ഹിം. അവൻ ഈ പാഴ്സലി തപ്പാൻ പോയപ്പോഴാണ് ഗാർഡനർ, ആ പൂന്തോട്ടക്കാരൻ, അവനെ കണ്ടു. ഫസ്റ്റ് ദ ഗാർഡനർ ആൻഡ് ദെൻ മിസ്റ്റർ ജോർജ് സ്റ്റാർട്ടഡ് ചേസിങ് ഹിം. റാബിറ്റിനെ കണ്ടതും പൂന്തോട്ടക്കാരനും മിസ്റ്റർ ജോർജും കൂടി റാബിൻ്റെ പുറകിൽ, ബണ്ണിയുടെ പുറകെ ഓടി. As Bunny ran for his life, one of his shoes got lost at some place and the other came off somewhere else. അങ്ങനെ ഗാർഡനിൽ നിന്നും മിസ്റ്റർ ജോർജിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ബണ്ണി ഇങ്ങനെ ഓടാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റി? ബണ്ണിയുടെ ഷൂസ് എല്ലാം വഴിയിൽ നഷ്ടപ്പെട്ട് പോയി. ലുക്ക് അറ്റ് ദ പേജസ്, paragraph. First of all, he gobbled some lettuces, French beans and radishes. Then he felt ill, so he looked for some parsley. At that moment, the gardener saw him. First the gardener and then Mr. George started chasing him. As Bunny ran for his life, one of his shoes got lost at some place and the other came off somewhere else. Bunny could not find his way out of the garden. ബണ്ണിക്ക് ഈ ഗാർഡന് വെളിയിൽ പോകാൻ അറിയാമേ, ഗാർഡനകത്തേക്ക് കടക്കാൻ എളുപ്പമായിരുന്നു. ഇനി ഗാർഡൻ്റെ ഗേറ്റ് എവിടെയാണ്, എങ്ങനെ ഇതിനകത്തുനിന്ന് പുറത്ത് കിടക്കുമെന്നും നമ്മുടെ ബണ്ണിക്ക് അറിയാൻ വയ്യ. ബണ്ണി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് വേ ഔട്ട് ഓഫ് ദ ഗാർഡൻ. ഫിയറിംഗ് ദാറ്റ് മിസ്റ്റർ ജോർജ് വിൽ ഹർട്ട് ഹിം, ബണ്ണി ഹേസ്റ്റ്ലി ജംപ്ഡ് ഔട്ട് ഓഫ് എ വിൻഡോ. അതായത് ഈ മിസ്റ്റർ ജോർജ് ഇവരെ ഈ മുയലിനെ പിടിക്കുമോ, എന്തെങ്കിലും ചെയ്യുമോ, ഉപദ്രവിക്കുമോ എന്ന് പേടിച്ചിട്ട് ബണ്ണി എന്തെടുത്തു? ഒരു കണ്ട ജനലിൽ കൂടി എടുത്ത് ഒരു ചാട്ടം കൊടുത്തു. ഓക്കെ, ഫിയറിംഗ് എന്ന് വെച്ചാൽ പേടിക്കുക. ഫിയറിംഗ് ദാറ്റ് മിസ്റ്റർ ജോർജ് വിൽ ഹർട്ട് ഹിം, ബണ്ണി ഹേസ്റ്റ്ലി ജംപ്ഡ് ഔട്ട് ഓഫ് എ വിൻഡോ നിയർ ബൈ. അടുത്ത് കണ്ട ഒരു ജനലിൽ കൂടി അങ്ങ് ചാടി അങ്ങ് കൊടുത്തു. ബണ്ണി ബ്രീത്ത് എ സൈ ഓഫ് റിലീഫ് വൈൽ മിസ്റ്റർ ജോർജ് വെൻറ്റ് ബാക്ക് ടു ഹിസ് ഗാർഡൻ. അതായത് ബണ്ണിക്ക് ഈ ചാടി ജോർജിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിശ്വാസം ഇങ്ങനെ അങ്ങ് വിട്ടുകണ്ടോ. ബണ്ണി ബ്രീത്ത് എ സൈ ഓഫ് റിലീഫ് എന്ന് വെച്ചാൽ ആശ്വാസം. വൈൽ മിസ്റ്റർ ജോർജ് വെൻറ്റ് ബാക്ക് ടു ഹിസ് ഗാർഡൻ. Then Bunny saw a mouse who was taking some peas for her family. അപ്പം ബണ്ണി ഇങ്ങനെ നടന്നു വരുമ്പോൾ ബണ്ണി ആരെ കണ്ടു? ബണ്ണി സോ എ മൗസ് എന്ന് വെച്ചാൽ എലി. എലികൾ എന്നുള്ള ഇംഗ്ലീഷ് എന്ത് പറയും? മൈസ്. അപ്പം ഹൂ വാസ് ടേക്കിംഗ് സം പീസ് ഫോർ ഹെർ ഫാമിലി. അപ്പോൾ ഈ എലിയുടെ വായിൽ എന്ത് പിടിച്ചുകൊണ്ടാണ് പോകുന്നത്? പീസ് എന്ന് വെച്ചാൽ എന്തുവാ? ഗ്രീൻ പീസ് പോലെയുള്ള പയറുവർഗ്ഗങ്ങൾ, അത് പിടിച്ചിട്ട് പോവുക കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. He asked the mouse if she knew the way out of the garden, but she had such a huge pea in her mouth that she could not speak. ബണ്ണിക്ക് ആഗ്രഹമുണ്ട് ഈ എലിയോടൊന്ന് ചോദിച്ചാൽ പുറത്തേക്ക് പോകാനുള്ള, ഗാർഡനിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി എന്താണെന്നൊന്ന് കണ്ടെത്താമെന്ന്. പക്ഷേ എലിയുടെ വായിൽ എന്തിരിക്കുകയാണ്? ഈ പീസ് ഇരിക്കുന്നതുകൊണ്ട് എലിക്ക് സംസാരിക്കാനായിട്ട് പറ്റുമെന്ന്. ലുക്ക് അറ്റ് ദാറ്റ് പാരഗ്രാഫ്.
Then Bunny saw a mouse who was taking some peas for her family. He asked the mouse if she knew the way out of the garden, but she had such a huge pea in her mouth that she could not speak. Feeling very tired and lost, Bunny began to cry. ബണ്ണിക്ക് ഭയങ്കര സങ്കടം. വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞിട്ടും അനുസരിക്കാതെ അവന് കൂടി പോകുന്നതാണ് ഗാർഡനിലേക്ക്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഗാർഡനിൽ പെട്ടുപോയി. ഇനിയും ഗാർഡനിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള മാർഗവും ബണ്ണിക്ക് അറിയുന്നില്ല. വഴി എവിടെയാണെന്ന് ബണ്ണിക്ക്, ഗേറ്റ് എവിടെയാണെന്ന് ബണ്ണിക്ക് അറിയുന്നില്ല. ഫീലിംഗ് വെരി ടയേർഡ് ആൻഡ് ലോസ്റ്റ്, ബണ്ണി ബിഗാൻ ടു ക്രൈ. നിങ്ങളും ഇങ്ങനെ തന്നെയാണല്ലേ? ഡിസബോയിഡിയൻസ് കാണിച്ചു കഴിഞ്ഞ് പിടിക്കപ്പെടുമ്പോഴേക്കും കരച്ചിൽ തുടങ്ങും. എന്ത് ചെയ്യാൻ, തെറ്റ് ചെയ്തത് മനസ്സിലാവും, പക്ഷേ എളുപ്പത്തിലുള്ള സൂത്രമാർഗ്ഗമാണ് കരച്ചിൽ. ആഫ്റ്റർ എ വൈൽ ഹീ ലുക്ക്ഡ് ഫോർ ഹിസ് വേ ഔട്ട് ഓഫ് ദ ഗാർഡൻ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവന് വെളിയിലേക്ക് പോകാനുള്ള വേ നോക്കി. അപ്പം ആഫ്റ്റർ എ വൈൽ എന്ന് വെച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഹീ ലുക്ക്ഡ് ഫോർ ഹിസ് വേ ഔട്ട് ഓഫ് ദ ഗാർഡൻ. ഗാർഡന് പുറത്ത് കിടക്കാനുള്ള വഴി നോക്കി. ദെൻ ഹീ കെയിം അക്രോസ് എ വൈറ്റ് ക്യാറ്റ്. അപ്പോഴാണ് ഒരു വെളുത്ത പൂച്ച വരുന്നു അതിൻ്റെ ഓപ്പോസിറ്റിൽ. ദ ക്യാറ്റ് വാസ് ഹംഗർലി ലുക്കിംഗ് അറ്റ് എ ഗോൾഡ് ഫിഷ് സ്വിമ്മിങ് ഇൻ ദ പോണ്ട് നിയർ ബൈ. അതിനടുത്തൊരു പോണ്ടുണ്ട്, ഒരു കുളമുണ്ട്. ആ കുളത്തിലൊരു ഗോൾഡ് ഫിഷ് കിടക്കുന്നു. ആ ഗോൾഡ് ഫിഷിനെ തിന്നാൻ വേണ്ടി ആർത്തിയോടെ നോക്കിയിരിക്കുന്ന ഒരു വൈറ്റ് പൂച്ചയാണ് നമ്മുടെ ബണ്ണി പിന്നീട് കാണുന്നത്. ഹീ തോട്ട് ഓഫ് ആസ്കിങ് ദ ക്യാറ്റ് അബൌട്ട് ദ വേ ഔട്ട്. അവൻ വിചാരിച്ച് ഈ പൂച്ചയോടൊന്ന് ചോദിച്ചാലോ വെളിയിലേക്ക് പോകാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചാലോ. ബട്ട് ഹീ ക്വിക്ക്ലി വോക്ക്ഡ് അവേ വെൻ ഹീ റിമെമ്പേർഡ് വാട്ട് ഹിസ് മദർ ഹാഡ് സെഡ് അബൌട്ട് ക്യാറ്റ്സ്. അപ്പോൾ അവൻ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോഴാണ് അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് പൂച്ചകളെ വിശ്വസിക്കാൻ പാടില്ല, അപകടകാരികളാണ്. അത് ഓർത്ത് കഴിഞ്ഞപ്പോഴേ ബണ്ണി പൂച്ചയോടൊന്നും ചോദിക്കാതെ തന്നെ മടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ പാരഗ്രാഫ് ഒന്നുകൂടി ഒന്ന് നോക്കാം. ആഫ്റ്റർ എ വൈൽ he looked for his way out of the garden. Then he came across a white cat. The cat was hungrily looking at a goldfish swimming in the pond nearby. He thought of asking the cat about the way out, but he quickly walked away when he remembered what his mother had said about cats. Then he heard the noise of a hoe and started running in its direction. അപ്പോഴാണ് ഹോ എന്ന് വെച്ചാൽ നമ്മൾ ഈ മണ്ണൊക്കെ ഇളക്കാൻ ഉപയോഗിക്കുന്ന കൂന്താലി പോലെയുള്ളതിനെയാണ് നമ്മൾ ഹോ എന്ന് പറയുന്നത്. അപ്പം ദെൻ ഹി ഹേർഡ് ദ നോയ്സ് ഓഫ് എ ഹോ. ഭൂമിയിൽ കൂന്താലി വെച്ച് കളിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടിട്ട് അവൻ ആ സ്ഥലത്തേക്ക്, ആ ഡിറക്ഷനിലേക്ക് ഓടി. കെയർഫുള്ളി ഹൈഡിങ് ബെനീത്ത് ദ ബുഷസ്. വെറുതെ പോവല്ല, കുറ്റിച്ചെടിക്കിടയിൽ മറിഞ്ഞിരുന്ന് ഗാർഡനറോ ജോർജോ കണ്ടുപോയാൽ പിടിക്കത്തില്ലേ, അതുകൊണ്ട് അവനിങ്ങനെ മറിഞ്ഞിരുന്നാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കി. ദെൻ ഹി ഹേർഡ് ദി നോയ്സ് ഓഫ് എ ഹോ ആൻഡ് സ്റ്റാർട്ടഡ് റണ്ണിങ് ഇൻ ഇറ്റ്സ് ഡിറക്ഷൻ കെയർഫുള്ളി ഹൈഡിങ് ബിനീത്ത് ദ ബുഷസ്. മേക്കിംഗ് ഷുവർ ദാറ്റ് he was safe, he climbed up a wheelbarrow and looked over to find out the spot where Mr. George was working. Then Bunny spotted the gate. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു? മേക്കിംഗ് ഷുവർ ദാറ്റ് ഹി വാസ് സേഫ്. അവന് സേഫാണ്, ആരും അവനെ പിടിക്കത്തില്ലെന്ന് അവന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വീൽ ബാരോ എന്ന് പറഞ്ഞാൽ കാളവണ്ടി, കുതിരവണ്ടി എന്ന് പറയുന്ന പോലെ സാധനത്തിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? വീൽ ബാരോ. അതിൻ്റെ ആ ആനിമൽ ഇല്ലാതിരിക്കുന്ന ആ അവസ്ഥയ്ക്കാണ് നമ്മൾ വീൽ ബാരോ എന്ന് പറയുന്നത്. ആൻഡ് ലുക്ക്ഡ് ഓവർ ടു ഫൈൻഡ് ഔട്ട് ദ സ്പോട്ട് വെയർ മിസ്റ്റർ ജോർജ് വാസ് വർക്കിംഗ്. ജോർജ് എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് അവൻ വീൽ ബാരോയിൽ ഇരുന്നത് നോക്കി. ദെൻ ബണ്ണി സ്പോട്ടഡ് ദ ഗേറ്റ്. അങ്ങനെ ഇരുന്നപ്പോൾ ബണ്ണി ഗേറ്റ് കണ്ടുപിടിച്ചു. ബണ്ണി മൂവ്ഡ് ടുവേഴ്സ് ദ ഗേറ്റ് ഹൈഡിങ് ബിഹൈൻഡ് ദ ബുഷസ്. ബണ്ണി ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി. കണ്ടോ? ബണ്ണി മൂവ്ഡ് ടുവേഴ്സ് ദ ഗേറ്റ് ഹൈഡിങ് ബിഹൈൻഡ് ദ ബുഷസ് ബട്ട് മിസ്റ്റർ ജോർജ് സോ ഹിം. അപ്പോഴും ആര് കണ്ടുപിടിച്ചു? മിസ്റ്റർ ജോർജ് സോ ഹിം. ജോർജ് കണ്ടുപിടിച്ചു. ബണ്ണി സ്റ്റിൽ കെപ്റ്റ് സ്ക്യൂസിങ് ബെനീത്ത് ദ ഗേറ്റ് ആൻഡ് ഗോട്ട് ഔട്ട്. വളരെ ഇടുങ്ങി പതുങ്ങി നീങ്ങി ഗേറ്റിനപ്പുറത്തേക്ക് ബണ്ണി കടന്നു. കണ്ടോ? ബണ്ണി മൂവ്ഡ് ടുവേഴ്സ് ദ ഗേറ്റ് ഹൈഡിങ് ബിഹൈൻഡ് ദ ബുഷസ് ബട്ട് മിസ്റ്റർ ജോർജ് സോ ഹിം. ബണ്ണി സ്റ്റിൽ കെപ്റ്റ് സ്ക്യൂസിങ് ബെനീത്ത് ദ ഗേറ്റ് ആൻഡ് ഗോട്ട് ഔട്ട്. ഹി കെപ്റ്റ് റണ്ണിങ് ടിൽ ഹി റീച്ച് ദ ഹൗസ്. എന്നിട്ട് വീട്ടിലേക്ക് അവൻ ഓട്ടം ഓടി അവൻ്റെ വീട്ടിലേക്ക് എത്തി അവസാനം ചേർന്നു. ഹി കെപ്റ്റ് റണ്ണിങ് എന്ന് പറഞ്ഞാൽ എന്തോ? അവൻ കണ്ടിന്യൂഡ് ഹിസ് റണ്ണിങ് എന്നർത്ഥം. സ്റ്റിൽ ഹി റീച്ച് ദ ഹൗസ്. അവൻ്റെ വീട് എത്തുന്നിടം വരെ അവൻ ഓടി. ഓൺ റീച്ചിങ് ഹോം ഹി ജസ്റ്റ് ലേ ഡൗൺ ഓൺ ദ ഫ്ലോർ ടു ക്യാച്ച് ഹിസ് ബ്രെത്ത്. ഇത്രയും നേരം ഓടി ക്ഷീണിച്ച് അവൻ ചെന്ന് നേരെ ഫ്ലോറിൽ അങ്ങ് കടന്നു. ഹിസ് മദർ ഗേവ് ഹിം എ ഡോസ് ഓഫ് chamomile ടീ ആൻഡ് പുട്ട് ഹിം ടു ബെഡ്. അങ്ങനെ ക്ഷീണിച്ച് തളർന്ന് ചെന്ന് കഴിഞ്ഞിട്ടുള്ള
ബണ്ണിക്ക് അവൻ്റെ അമ്മ എന്ത് കൊടുത്തു? ഹിസ് മദർ ഗേവ് ഹിം എ ഡോസ് ഓഫ് എ കാമമൈൽ ടീ ആൻഡ് പുട്ട് ഹിം ടു ബെഡ്. അവന് ചായ കൊടുത്തിട്ട് അവനെ കിടത്തി ഉറക്കി. ഷീ ഡിഡ് നോട്ടീസ് ഹിസ് മിസ്സിങ് ക്ലോത്ത്സ് ആൻഡ് ഷൂസ് ബട്ട് ഡിഡ് നോട്ട് സേ എനിത്തിങ്. അപ്പോൾ ഈ മദർ കണ്ടു, അമ്മ റാബിറ്റില്ലേ, ആ റാബിറ്റ് കണ്ടു അവൻ്റെ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ക്ലോത്ത്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഷൂസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ കണ്ടു. ഷീ ഡിഡ് നോട്ടീസ് എന്ന് വെച്ചാൽ ഷീ നോട്ടീസ് എന്നർത്ഥം. ഹിസ് മിസ്സിങ് ക്ലോത്ത്സ് ആൻഡ് ഷൂസ് ബട്ട് ഡിഡ് നോട്ട് സേ എനിത്തിങ്. That night, the obedient rabbits Bosky, Mosky and Sunny got tasty milk, bread, berries for dinner. പക്ഷേ ഡിസൊബീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ബണ്ണിക്ക് ഒന്നും കഴിക്കാനില്ല, ആ ചേച്ചി ചായ മാത്രമേ കിട്ടുള്ളൂ. മറ്റ് 2-3 കുട്ടികൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ കഴിക്കാനായിട്ട് കിട്ടിയെന്ന് നോക്കിയേ. ടേസ്റ്റി മിൽക്ക്, ബ്രെഡ്, ബെറീസ് ഫോർ ഡിന്നർ, വൈൽ നോട്ടി ബണ്ണി സ്ലപ്റ്റ് ഇൻ ഹിസ് ബെഡ്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒബീഡിയൻസ്, അനുസരണ, കൊച്ചുകുട്ടികളായ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മാതാപിതാക്കളെ, ടീച്ചർമാരെ, മുതിർന്നവരെ പറയുന്നത് അനുസരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അബദ്ധത്തിൽ ചാടി. ഇപ്പോൾ ബണ്ണി ഓടിപ്പോയിട്ട് ബണ്ണി എന്തെല്ലാം അബദ്ധത്തിൽ ചെന്ന് ചാടി നമ്മൾ കണ്ടില്ലേ, അതാണ് അനുഭവം. തിങ്ക് ആൻഡ് ആൻസർ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്ത വേർഡ്സ് എല്ലാം നമുക്ക് നോക്കാം. ആക്സിഡൻറ്റ്, ഇത് ഫിർ ആണ്, ഫോർ അല്ല. ആക്സിഡൻറ്റ്, ഫിർ, പാർസ്ലി, സ്ക്യൂസിങ്, ഒബീഡിയൻറ്റ്. ഫസ്റ്റ് വൺ, the rabbit's bureau was under a big fir tree. The rabbit's bureau was under a big fir tree. Number 2, the mother rabbit told her sons, listen, your father had an accident in Mr. George's garden. Second one, the mother rabbit told her sons, listen, your father had an accident in Mr. George's garden. Number 3, Bosky, Mosky and Sunny were obedient rabbits. Bosky, Mosky and Sunny were obedient rabbits. Fourth one, Bunny looked for some parsley. Bunny looked for some parsley. Bunny still kept squeezing beneath the gate and got. Bunny still kept squeezing beneath the gate and got. Go out. In next page, turn the page. True or false ആണ്. Write T for true statements and F for false statement. First one, there were 3 little rabbits with their mother. False അല്ലേ, 4 ഉണ്ടായിരുന്നു. The naughty bunny did not obey his mother. True അല്ലേ, പറഞ്ഞാൽ കേൾക്കാത്തവൻ അവൻ മാത്രമുണ്ട്. Bunny lost his shoes and jacket. True, അവൻ്റെ ഡ്രസ്സെല്ലാം നഷ്ടപ്പെട്ടു, ഷൂ നഷ്ടപ്പെട്ടു. Bunny's mother gave him some tea. True. Naughty bunny did not sleep in his bed. False, അവൻ ബെഡിൽ കിടന്നാണ് ഉറങ്ങിയത്. Answer the following questions. Where was the bureau of the rabbits? Rabbitsൻ്റെ bureau എവിടെയായിരുന്നു? Where was the bureau of the rabbits? The bureau of the rabbits was beneath the root of a fir tree. അതായത് ഫിർ മരത്തിൻ്റെ വേരുകൾക്കിടയിലായിരുന്നു അവയുടെ bureau. The bureau of the rabbits was beneath the root of a fir tree. Second question, what happened to the rabbit's father? Rabbit's father എന്ത് പറ്റി? ആക്സിഡൻറ്റ് പറ്റി അല്ലേ? The rabbit's father had an accident. Number 3, what did Bunny eat in George's garden? Bunny ate lettuces, French beans, radishes and parsley. Bunny ate lettuces, French beans, radishes and parsley. What did Bunny lose while running at the garden? ഓടി നടന്നപ്പോൾ ഗാർഡനിൽ കിടന്ന് ഓടിയപ്പോൾ അവൻ എന്തൊക്കെ നഷ്ടപ്പെട്ടു? Bunny lost his shoes and clothes while running at the garden. Why did Bunny not go near the cat? കാറ്റിൻ്റെ അടുത്തേക്ക് പോകാതിരുന്നതിന് കാരണം എന്താ? Bunny did not go near the cat because his mother warned, warned, warned about cats. Bunny did not go near the cat because his mother warned about cats. ഇനി നമ്മൾ ഗ്രാമർ സ്കില്ലിൽ പഠിക്കാൻ പോകുന്നത് ആൻഡ് ബട്ട് എന്നുള്ളത്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ബോയ് ആൻഡ് ഗേൾ, ഫാദർ ആൻഡ് മദർ, രാജു ആൻഡ് രമ. ഇങ്ങനെ 2 പേര് നമ്മൾ ചേർത്ത് പറയുമ്പോൾ ഓറഞ്ച് ആൻഡ് ആപ്പിൾ ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ കപ്പ് ആൻഡ് സോസർ ആൻഡ് ചേർക്കും. അതുപോലെ തന്നെ 2 സെൻറ്റൻസുകൾ ചേർത്ത് പറയുമ്പോഴും നമ്മൾ ആൻഡ് ചേർക്കും. രാജു ഈസ് എ ബോയ്, രവി ഈസ് ഓൾസോ എ ബോയ്. അങ്ങനെ നമ്മൾ 2 സെൻറ്റൻസുകൾ ചേർക്കുമ്പോൾ നമ്മൾ ആൻഡ് എന്നുള്ള ഇത് ഉപയോഗിക്കും. അതിനെ നമ്മൾ ഒന്നിലധികം
സെൻറ്റൻസുകളെ കൂട്ടിയോജിപ്പിക്കാനോ വാക്കുകളെ കൂട്ടിയോജിപ്പിക്കാനോ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ആൻഡ്. അതിന് നമ്മൾ കൺജങ്ഷൻ എന്നാണ് പറയുന്നത്. വേറൊരു കൺജങ്ഷൻ എന്ന് പറയുന്നത് ബട്ടാണ്. ആ ബട്ടിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിരുദ്ധമായ കാര്യങ്ങൾ, ചേരാത്ത രണ്ട് കാര്യങ്ങൾ ചേർത്ത് പറയുമ്പോഴാണ് നമ്മൾ ബട്ട് ഉപയോഗിക്കുന്നത്. എങ്കിലും എന്നുള്ള അർത്ഥമാണ്. അപ്പം രാജു ഈസ് വെരി ടോൾ ബട്ട് ഹീ കുഡ് നോട്ട് ടച്ച് ദ സീലിംഗ്. രാജു ഈസ് വെരി ടോൾ, അവന് നല്ല ഉയരമൊക്കെ ഉണ്ട്. ബട്ട് ഹീ കുഡ് നോട്ട് ടച്ച് ദ സീലിംഗ് എന്ന് വെച്ചാൽ എന്തോ വീടിൻ്റെ മേൽക്കൂരയിൽ തൊടാനായിട്ട് അവന് അത്ര നീളം ഉണ്ടെങ്കിലും പറ്റുകയില്ല. അപ്പം നമുക്കിപ്പോൾ ഇവിടെ നിങ്ങളുടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈസ് എ സ്മോൾ ആനിമൽ ബട്ട് ആൻ എലഫൻറ്റ് ഈസ് എ ബിഗ് ആനിമൽ. അപ്പം വിരുദ്ധമായിട്ടുള്ള ഓപ്പോസിറ്റായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒരേ സമയം പറയുമ്പോഴാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ബട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്നുള്ള ശബ്ദമാണ് വരുന്നത്. ആൻഡ് ബട്ട് കൺജങ്ഷൻസ്, അതായത് ജോയിനിങ് വേർഡ്സ്. രണ്ട് സെൻറ്റൻസുകളെ, രണ്ട് ക്ലോസുകളെ, രണ്ട് വാക്കുകളെ കൂട്ടി യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദത്തിനെയാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് പറയുന്നത്. അതിനകത്തിൽ രണ്ട് കൺജങ്ഷൻ വേർഡാണ് ആൻഡും ബട്ടും. വി യൂസ് ആൻഡ് ഓർ ബട്ട് ടു ജോയിൻ ടു സെൻറ്റൻസസ്. വി യൂസ് ആൻഡ് ടു ജോയിൻ ടു വേർഡ്സ് ഓർ സെൻറ്റൻസസ് വിച്ച് ഹാവ് ദ സെയിം ഐഡിയ. കീർത്തി ആൻഡ് സോണി ആർ ഫ്രണ്ട്. കണ്ടോ, ഇവിടെ കണ്ടോ, കീർത്തി ആൻഡ് സോണി ആർ ഫ്രണ്ട്സ്. ഇവിടെ നോക്കിയേ, ദേ വെൻ ടു ലണ്ടൻ ആൻഡ് സ്റ്റേഡ് ദെയർ ഫോർ എ വീക്ക്. അവർ ലണ്ടനിൽ പോയിട്ട് അവിടെ ഒരാഴ്ച താമസിച്ചു. അപ്പോൾ ഇവിടെ രണ്ട് സെൻറ്റൻസ്, ഇവിടെ രണ്ട് വാക്കുകൾ. ഇനിയും ബട്ട് എന്ന് പറയുമ്പോഴോ, വി യൂസ് ബട്ട് ടു ജോയിൻ ടു സെൻറ്റൻസസ് വിച്ച് ഹാവ് ഡിഫറെൻറ്റ് ഓർ ഓപ്പോസിറ്റ് ഐഡിയാസ്. ഫോർ എക്സാമ്പിൾ, an ant is a small animal, an elephant is a big animal. അതെങ്ങനെ പറയാനായിട്ട് സാധിക്കും? an ant is a small animal but an elephant is a big animal. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പിക്ചറുകൾ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ നോക്കിയിട്ട് നമുക്ക് എവിടെയാണ് ആൻഡ് ചേർക്കേണ്ടത്, എവിടെയാണ് ബട്ട് ചേർക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. രണ്ട് പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. രണ്ട് ഗ്രേപ്സിൻ്റെ പിക്ചറാണ് തന്നേക്കുന്നത് അല്ലേ. പർപ്പിൾ ഗ്രേപ്സ് ആർ സ്വീറ്റ് ബട്ട് ഗ്രീൻ ഗ്രേപ്സ് ആർ സോർ. ഒന്ന് മധുരമുള്ളതും ഒന്ന് പുളിയുള്ളതുമാണ്. എന്താ? പർപ്പിൾ ഗ്രേപ്സ് ആർ സ്വീറ്റ് ബട്ട് ഗ്രീൻ ഗ്രേപ്സ് ആർ സോർ. അപ്പം ഇത് ഒന്ന് മധുരമുള്ളതും ഒന്ന് പുളിയുള്ളതുമാണ്. ഇനി അടുത്ത് നോക്കിയേ, രണ്ട് കിളികളുടെയാണ്. ദ ക്രോ ആൻഡ് കോയൽ ആർ ബേർഡ്സ്. ഇവിടെ ആൻഡ് ആണ്. കാക്കയും കുയിലും എന്താണ്? ബേർഡ്സ് ആണ്. നോക്കിയേ, പിയ ആൻഡ് ആരതി ആർ കസിൻസ്. പൂജ ലീവ്സ് ഇൻ ഡൽഹി ബട്ട് ആരതി ലീവ്സ് ഇൻ പഞ്ചാബ്. പിയ ആൻഡ് ആരതി ആർ കസിൻസ്. ഇവിടെ പിയ ആണ് വരേണ്ടത്. ഇവിടെ അതിന് പകരം പൂജ എന്ന് എഴുതിയേക്കുന്നത് കേട്ടോ. പിയ ആണ് വരേണ്ടത്. പിയ ലീവ്സ് ഇൻ ഡൽഹി ബട്ട് ആരതി ലീവ്സ് ഇൻ പഞ്ചാബ്. പിയയും ആരതിയും കൂട്ടുകാരാണ്. അപ്പം ആൻഡ് ചേർത്തു. ഇനിയും പിയ ഡൽഹിയിലും ജീവിക്കുന്നു, ആരതി പഞ്ചാബിലും ജീവിക്കുന്നു. അവിടെ നമ്മൾ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളായതുകൊണ്ട് നമ്മളവിടെ എന്തുപയോഗിച്ചു? ബട്ട് ഉപയോഗിച്ചു. ഇനി ഇവിടെ നോക്കിയേ, ഫോർത്ത് വൺ. I have two houses. I like the old house but my brother likes the new one. എനിക്ക് രണ്ട് വീടുകളുണ്ട്. എൻ്റെ ഓൾഡ് ഹൗസാണ് എനിക്കിഷ്ടം, പക്ഷേ എൻ്റെ ബ്രദറിന് എന്താണ് ഇഷ്ടം? പക്ഷേ എന്നുള്ള അർത്ഥം, എങ്കിലും എന്നുള്ള അർത്ഥം അവിടെ വരുന്നുണ്ട് അല്ലേ. വലിയ വീടാണ് ഇഷ്ടം. അഞ്ചാമത് നോക്കിയേ, റിയ ആൻഡ് രേണു ആർ സിസ്റ്റേഴ്സ്. റിയയും രേണു സിസ്റ്റേഴ്സാണ്. രേണു ഈസ് സ്ലിം ബട്ട് റിയ ഈസ് ഫാറ്റ്. രേണു മെലിഞ്ഞതാണ്, പക്ഷേ റിയ വണ്ണമുള്ളതാണ്. ഇനി ഇവിടെ നോക്കിയേ, സർക്കിൾ ദ ജോയിനിങ് വേർഡ്സ് ഇൻ ഈച്ച് സെൻറ്റൻസ്. മൈ ഫേവറേറ്റ് കളേഴ്സ് ആർ ഗ്രീൻ ആൻഡ് ബ്രൗൺ. ഇവിടെ നോക്കിയേ, ഗ്രീൻ ആൻഡ് ബ്രൗൺ. അപ്പോൾ ഈ ആൻഡ് ആണ് ജോയിനിങ് വേർഡ്. ഐ വിൽ ഗോ ടു ദ പാർട്ടി ബട്ട് ഐ വിൽ നോട്ട് ഗോ ദെയർ ബൈ കാർ. ഞാൻ പാർട്ടിക്ക് പോകും, പക്ഷേ കാറിലല്ല പോകുന്നത്. അപ്പോൾ അവിടെ ഏതാണ്? ബട്ട്. രാജ വെൻറ്റ് ടു ദ മാർക്കറ്റ് ആൻഡ് ബോട്ട് എ പെൻ. രാജ മാർക്കറ്റിൽ പോയിട്ട് ഒരു പേന വാങ്ങി. അവിടെ ആൻഡ്. ഐ വാണ്ട് ടു ടേക്ക് എ പപ്പി ബട്ട് യു വാണ്ട് ടു ടേക്ക് എ ക്യാറ്റ്. എനിക്കൊരു പട്ടിയെ വേണം, നിനക്കൊരു പൂച്ച വേണം. അപ്പോൾ അവിടെ ബട്ട്. മൈ കാർ ഈസ് ഓൾഡ് ബട്ട് ഇറ്റ് ലുക്സ് ഗുഡ്. എൻ്റെ കാറ് പഴയതാണെങ്കിലും പുതിയതുപോലെ ലുക്സ് ഗുഡായിട്ട് ഇരിക്കുന്നു. ഇനിയും ജമ്പിൾഡ് ഫോമിൽ വേർഡ്സ് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ആദ്യത്തെ ബെനീത്ത്, രണ്ടാമത്തെ ആക്സിഡൻറ്റ്, മൂന്നാമത്തെ പാർഡൻ, അടുത്തത് ലെറ്റ്യൂസ്, അടുത്തത് കെയർഫുള്ളി. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ആൻറ്റോണിയംസ് എന്നാണ്. ആൻറ്റോണിയംസ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ്സ് എന്നാണ് അർത്ഥം. ഓണസ്റ്റ്, ഡിസോണസ്റ്റ്, ഒബീഡിയൻറ്റ്, ഡിസൊബീഡിയൻറ്റ്, ഡൗൺ, അപ്പ്, ടേക്ക്, ഡ്രോപ്പ്, ഹൈഡിങ്, ഡിസ്പ്ലേ. ഓണസ്റ്റ് എന്ന് വെച്ചാൽ സത്യസന്ധൻ, ഡിസോണസ്റ്റ് എന്ന് സത്യസന്ധനല്ല, ഒബീഡിയൻ്റ് എന്ന് വെച്ചാൽ അനുസരണ ഉള്ളത്, ഡിസൊബീഡിയൻ്റ് അനുസരണ ഇല്ലാത്ത, ഡൗൺ എന്ന് വെച്ചാൽ താഴെ, അപ്പ് എന്ന് വെച്ചാൽ മുകളിൽ, ടേക്ക് എന്ന് വെച്ചാൽ എടുക്കുക, ഡ്രോപ്പ് എന്ന് വെച്ചാൽ താഴേക്ക് ഇടുക, ഹൈഡ് എന്ന് വെച്ചാൽ എന്തുവാ? ഒളിച്ചിരിക്കുക, ഡിസ്പ്ലേ എന്ന് വെച്ചാൽ വ്യക്തമാക്കി കാണിക്കുക. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.